നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം വേണ്ടരുത്. യൂറോ കപ്പിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ. കളിച്ച 2 കളിയും പൊട്ടി യൂറോയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ് അവരിപ്പോഴുള്ളത്. അതേസമയം റാൾഫ് റാഗ്നിക്കിൻ്റെ ഓസ്ട്രിയക്ക് കൈയടിക്കണം. ആദ്യ കളിയിൽ ഫ്രാൻസിനോട് പൊരുതി വീണ അവരിതാ തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് അവർ പോളണ്ടിനെ പരാജയപ്പെടുത്തിയത്. അവർക്ക് വേണ്ടി ട്രാവനറും പിന്നെ പൗങ്കാർട്ട്നറും ഒപ്പം അർനാറ്റോവിച്ചുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. പിയാറ്റക്കാണ് പോളണ്ടിന്റെ ആശ്വാസ ഗോൾ നേടിയത്. സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കിയെ ബെഞ്ചിലിരുത്തി പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കി ഇറക്കി. അങ്ങനെയാണ് പോളണ്ട് ഈ മത്സരം കളിച്ചത്. അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് പിയാറ്റക്കും പൗക്സയും ഉണ്ടായിരുന്നു. പിന്നെ ഷെസ്നി അവർക്ക് ഗോൾ കീപ്പറായിട്ടുണ്ടായിരുന്നു. സിലിൻസ്കി ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ മികച്ച തിരയും കൊണ്ട് തന്നെയാണ് പോളണ്ട് കളിച്ചത്. മറുഭാഗത്ത് അർനാറ്റോവിച്ചിനെ മുന്നിൽ നിർത്തിയൊപ്പം സബിറ്റ്സറേയും ലെയ്മറേയും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറക്കിക്കൊണ്ടാണ് റാൾഫ് റാഗ്നിക്ക് തൻ്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ തന്നെ ട്രൗണറിലൂടെ ഓസ്ട്രിയ നയം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ 30ാമത്തെ മിനിറ്റിൽ പിയാറ്റക്കിലൂടെ പോളണ്ട് ഒപ്പം പിടിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ കളി 1-1 സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയിൽ 66ാമത്തെ മിനിറ്റിലാണ് പൗങ്കാർട്ട്നറുടെ ഗോൾ പിറക്കുന്നത്. ഓസ്ട്രിയ ലീഡ് എടുക്കുന്നു. പിന്നെ 78ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് അർനാറ്റോവിച്ച് അവരെ 3-1 തകർപ്പൻ ജയത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. അതോടുകൂടി ഗ്രൂപ്പ് ഡിയിൽ കളിച്ച 2 കളികളും പൊട്ടി പോയിന്റ് ഇല്ലാതെ നിൽക്കുന്നു പോളണ്ട്. അതേസമയം ഒരു കളിയിൽ നിന്ന് 3 പോയിന്റുമായിട്ട് ഫ്രാൻസും നെതർലൻഡും ഉണ്ട്. അവരിതാ കളിക്കാൻ ഇറങ്ങുകയാണ്, പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഓസ്ട്രിയ 2 കളിയിൽ നിന്ന് 3 പോയിന്റ്. അവർ അടുത്ത റൗണ്ടിലേക്കുള്ള കയറ്റം സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഒരു കളി കൂടി അവർക്ക് ഇനിയും ബാക്കിയുണ്ടല്ലോ, എന്തും സംഭവിക്കാം. ഏതായാലും ഇതാ റോബർട്ട് ലെവൻഡോസ്കിയുടെ പോളണ്ടിനെ കനത്ത തിരിച്ചടിയേറ്റിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.